ഇക്കുറി IPL നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു താരമാണ് ഇദ്ദേഹം, ഡൊനോവൻ ഫെരേറ. SRHനെതിരെ രാജസ്ഥാൻ തകർന്നെടുത്തപ്പോൾ അദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷനാണ് ആ ടീമിന് ഒരു ചെറിയ ആശ്വാസം നൽകിയത്. ഇന്ന് ഡൽഹിക്കെതിരെ നമ്മളെല്ലാവരും സംസാരിക്കുന്നത് റിയാൻ പരാഗിൻ്റെ 90-നെ കുറിച്ചാണ്. പക്ഷേ അവസാന ഓവറുകളിൽ 14 പന്തിൽ 47 റണ്ണടിച്ച് അദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷൻ, ഇനി കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ അവർ വിജയം കുറിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻ, അവർ 55, അദ്ദേഹമായിരുന്നു ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് വിന്നർ. അങ്ങനെ നോക്കുമ്പോൾ ഡൊനോവൻ ഫെരേര അദ്ദേഹത്തിൻ്റെ 228 റൺസിന് രാജസ്ഥാൻ റോയൽസിന് ഒരുപാട് പ്രസക്തി ഉണ്ടെന്നാണ് പറയാം. ചുമ്മാ അദ്ദേഹത്തിന് വേണ്ടി അടിച്ചതല്ല, ആ ടീമിന് ഏറ്റവും ആവശ്യമായ സമയത്ത് അടിച്ചു കൂട്ടിയ റണ്ണുകളാണ്. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസ് തുടക്കത്തിൽ തകർന്നു. പിന്നെ റയാൻ പരാഗും ഡൊനോവൻ ഫെരേരയും അതുപോലെ തന്നെ ജഡേജയും ചേർന്നുകൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്തി. പക്ഷേ എൻഡ് ഓഫ് ദ ഗെയിമിൽ കളി ഡൽഹിക്കൊപ്പമാണ്. കാരണം രാഹുലും പതും നിസ്സാങ്കയും ചേർന്ന് തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ചത് ഏറെ രാജസ്ഥാന് വിനയായി. അങ്ങനെ ടേബിൾ ടോപ്പിലുള്ള പഞ്ചാബും രാജസ്ഥാനും അതുപോലെ തന്നെ RCBയും തോൽക്കുന്ന കാഴ്ച. SRH ഒഴിച്ചു ബാക്കി എല്ലാ ടീമുകൾക്കും അവിടെ വിജയം ലഭിച്ചു. എന്തായാലും ഈ ഒരു ടൂർണമെൻറ്റ് ഇനി അങ്ങോട്ട് കടുക്കുമോ അതോ അഴയുമോ, കാത്തിരുന്ന് കാണാം.